ഹായ് ഹലോ അസ്സലാമു അലൈക്കും ഗൈസ്. ഞാനുണ്ടല്ലേ ഇന്ന് ബിരിയാണി മസാല പൊടി ഇടാത്തുണ്ടല്ലേ ഒരു ബിരിയാണി ആക്കുന്നത് നോക്കി. ഇത് ക്യാപ്സിക്കമും ടൊമാറ്റോ മുറിച്ച് വെച്ചിന്, പിന്നെ ഇത് കോയും, പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഓരോന്ന് സ്പൂൺ ഇട്ടിട്ട് ഇളക്കിനെ, ഉപ്പിട്ടിട്ട് വെക്കത്തെ. അപ്പോൾ ഇത് ഫ്രൈ ആക്കിനെ, വേവിച്ചപ്പോൾ കൊട്ടനെ കൊണ്ട് ഇത് നീരുള്ളി, ഇത് ബഡ്സപ്പും തേങ്ങയും കുറച്ച് അരച്ചിന്, പിന്നെ കുറച്ച് നെയ്യ് വേണം ഗൈസ്. ഇതിലേക്ക് ഇഞ്ചി വെല്ലുള്ളി പേസ്റ്റ് ഇതിൽക്കിട്ടിന്. ഓക്കെ, ഇത് മിക്സ് ആക്കിയിട്ട് വെക്കണം ഗൈസ്. പിന്നെ ഇതിലേക്ക് തേങ്ങ അരച്ചതുണ്ടല്ലോ ഗൈസ്, അതിനിടുന്നേ. ചന്ത മിക്സ് ആക്കണം ഗൈസ്. ഗ്യാസിൽ പിന്നെ വെക്കുന്നേ, അത് നല്ലൊരു ഫ്രൈഡ് ബിരിയാണി ആക്കുന്നത്. ഓക്കെ, ക്യാപ്സിക്കം മിക്സ് ആക്കുന്നത് ഗൈസ്. ഫ്രൈ ആക്കി വെച്ച് ഈരുള്ളി അതെല്ലാം ഇടുന്നേ. ഇതെല്ലാം ചന്ത മിക്സ് ആക്കണം ഗൈസ്. പിന്നെ ഗ്യാസിക്ക് നെയ്യ് വീട്ടിട്ട് ഇതിലേക്ക് ഓയിലും കുറച്ചോ ഗൈസ്, അതെന്നിട്ടുണ്ടാവും അവർക്ക് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. ഈരുള്ളി പിന്നെ വേവിച്ചപ്പോൾ കൂടെ പിന്നെ ഫ്രൈ ആക്കിയിട്ട് വെച്ചുകൊണ്ടല്ലേ ഓയിലും കുറച്ച് ഒഴിക്കുക. നല്ല ഇതായി. ഓക്കെ ഗൈസ്, കുറച്ച് നേരം വെക്കണം, ഒരു 10 മിനിറ്റ് വെക്കണം ഗൈസ്. കുറച്ച് ലിംബ പീഞ്ഞ ഗൈസ്. ഒരു ഗ്ലാസ് തണ്ണി വീഴ്ത്തണം ഗൈസ്, അത് ചന്ത വേദിക്കിട്ടിട്ട്. ബിരിയാണി മസാല എന്നിട്ട് ടെൻഷൻ ആക്കണില്ല ഗൈസ്. ഇങ്ങനെ ബഡ്സപ്പ് ഇട്ടിട്ട് തേങ്ങ ഒക്കെ ഇട്ടിട്ട് എല്ലാം ഫ്രൈ എല്ലാം ആക്കിയിട്ടിട്ട് നല്ല ബിരിയാണിൻ്റെ മസാല വരുന്നത് ഗൈസ്. നല്ല തിളക്കുന്നു ഗൈസ്, നല്ല ബിരിയാണിൻ്റെ മസാല മണക്കുന്നു. ഒരു സൈഡിൽ ഇത് ബിരിയാണിൻ്റെ ചോറ് ഇതാക്കിന് ഗൈസ്. ഇതിലേക്ക് കുറച്ച് നെയ്യിൻ്റെ മസാല വീറ്റിയ, പിന്നെ വേവിച്ചപ്പ് പേര്. ഓക്കെ ഗൈസ്, ഇതിൻ്റെ മീത്താക്കി ബിരിയാണിൻ്റെ ചോറെല്ലാം ഞാൻ ഇതാക്കിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ ഗൈസ്, എന്നെ ഇടണം. നല്ല നെയ്യിൻ്റെ ഗമഗമാണ് ഗൈസ്. ഔട്ട് ഗൈസ്, അതിൻ്റെ സഗയെല്ലാം ഫുള്ള് മിക്സ് ആക്കി